ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. ഒന്നുമില്ല, കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ ഫാമിലിയായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ചെറിയൊരു കലാപരിപാടി, നമ്മൾ കുറേ ആയല്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം അമ്പലം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലുള്ള വരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത് കേട്ടോ. ദുർഗാ ദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ആ അമ്പലം എന്ന് പറയുന്നത് തന്നെ കുറേ പ്രത്യേകതകളുള്ളതാണ്. അപ്പം അതിൽ രണ്ട് പ്രത്യേകതകൾ നമ്മളിന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഗുഹയാണ്. ആ ഗുഹയിലേക്കാണ് കേട്ടോ. നന്ദമോളി തിടുക്കം ചുടന്ന കാരണം ഞങ്ങൾ കുറച്ച് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ലേറ്റായി. അപ്പം ഏട്ടൻ ഈ ഗുഹേൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഗുഹേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് നന്ദമോളി പോകണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നന്ദമോൾ ആദ്യമായിട്ടാണ് ഒരു ഗുഹ കാണുന്നത്. ആ ഗുഹയിലുള്ള രണ്ട് ശില്പങ്ങളാണ് കേട്ടോ. അത് കണ്ടോ, ഗുഹേൻ്റെ ഉള്ളിൽ കണ്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട്. ഏട്ടൻ ഇങ്ങനെ പറയാണ് അതിനുള്ളിൽ പുലി ഉണ്ട് കേട്ടോ, പുലി ഉണ്ട് കേട്ടോ. നന്ദമോളെക്കാളും ഞാനാണ് വിശ്വസിച്ച് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഇതിനടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഈ ഉള്ളിൽ നോക്കുമ്പോൾ കിണർ പോലെയൊക്കെ തോന്നും, അടുത്ത് നോക്കുന്ന സമയത്ത് കിണറായിട്ടൊക്കെ തോന്നും. ഇത് കിണർ പോലെയൊക്കെ ഉണ്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. കിണർ പോലെയൊക്കെ ഫീൽ ചെയ്ത് കാണുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? കണ്ടോളൂ. ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ പാറ തീർത്ഥപ്പാറ. ഇത് കയറിയോ? കുഞ്ഞി കുളം ഉണ്ടോ? കയറിയൊക്കെ ഇത് കയറിയൊക്കെ ചെറിയ കുളം ഉണ്ടോ? നല്ല കയറണേ. ഇത് വറ്റൂല അല്ലേട്ടാ? ആണ് തീർത്ഥപ്പാറ. ചെന്ന് വെള്ളം കേടാലേട്ടാ. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കുടിക്കും കേട്ടോ. പക്ഷെ ഇതിപ്പോ കണ്ടിട്ടേ അവിടെ നോക്ക്. നമ്മളെവിടെയാ ഉള്ളത്? ഞങ്ങൾ കാശ്മീർ എത്തിട്ടോ. കാശ്മീർ, കേരളത്തിലെ കാശ്മീർ കൊന്നു അല്ലേ? കാശ്മീർ കൊന്നു കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കുന്നമംഗലം ഏരിയയിലാണ് കേട്ടോ. കാശ്മീർ കുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ്. ആർക്കെങ്കിലും അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ലൊക്കേഷന് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. വെയിലാകുമ്പോൾ കൊട്ടാപ്പുരി വെയിൽ തന്നെയായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നന്ന രാവിലേക്ക് ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ കലാപരിപാടികൾ. ജസ്റ്റ് മോളെ സ്കൂളിൽ വിട്ടിട്ടുള്ള ചെറിയ ചില്ലിയും പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.